നമസ്കാരം, എല്ലാവർക്കും സഹാരി റെസിപ്പീസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഈ ഇമൾഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടും മുന്നേ PSC ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ഇവിടെ നടത്തുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വെൻ ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഇൻ സസ്പെൻഷൻ ആർ in contact with each other forms a network like structure. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഫോംസ് എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ ദ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഫോം എ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ. എന്താണ് ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. നമ്മൾ ആ ക്ലാസ് കേട്ടവരാണെങ്കിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ എന്തിൻ്റെ കാര്യത്തിലാണ് വരുന്നത്, നമ്മൾ ഫ്ലോക്കുലേഷൻ്റെ കാര്യത്തിലാണ് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലേ, ഫ്ലോക്കുലേറ്റും നോൺ ഫ്ലോക്കുലേറ്റും നമ്മൾ പഠിച്ചായിരുന്നു. അവിടെ ഫ്ലോക്കുലേഷനിലാണ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും എന്ന് പഠിച്ചത്. ആരുടെ കേസിലാണ്? ഫ്ലോക്കുലേഷൻ്റെ കേസിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫ്ലോക്കുലേഷൻ തന്നെയാണ്, ഫ്ലോക്കുലേറ്റഡ് ആണ്. ദാറ്റ് സസ്പെൻഷൻ ആർ സെഡ് ടു ബി ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്നാണ്. ഓക്കെ, അപ്പം നമുക്കിത് വളരെ നമ്മൾ ഫ്ലോക്കുലേറ്റഡും നോൺ ഫ്ലോക്കുലേറ്റഡും എന്തെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അത് വളരെ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കറക്റ്റായിട്ട് ഒരു 5-6 പോയിന്റ്സ് പറയുന്നുണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ ഫ്ലോക്കുലേഷൻ. അപ്പം നമുക്ക് നോൺ ഫ്ലോക്കുലേഷൻ എന്താണെന്ന് ഒരു ചെറിയൊരു ഡൗട്ട് നമുക്കിവിടെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. The individual particles exist a separate entity, then that suspension is said to be non-flocculated. അതിനെ അവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ഫ്ലോക്കുലേഷനും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉള്ളത് ആർക്കുമാണ്, നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനുമാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഫ്ലോക്കുലേഷന് വരുന്നത്, എന്താണ് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിൽ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചറും നോൺ ഫ്ലോക്കുലേറ്ററിൽ എന്താണ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി. അത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ടാണ്, അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് അവർക്കൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് ഉള്ളത്. നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ അല്ല പാർട്ടിക്കിൾസ് തമ്മിൽ, അവർ സെപ്പറേറ്റ് ആയിട്ടാണ് നോൺ ഫ്ലോക്കുലേറ്റഡിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം, മെയിൻ വ്യത്യാസം കഴിഞ്ഞു. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ദ റേറ്റ് ഓഫ് സെഡിമെൻറ്റേഷൻ ഈസ് സ്ലോ ഇൻ, ഏതിലാണ് സെഡിമെൻറ്റേഷൻ റേറ്റ് സ്ലോ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, ബോത്ത്, നൺ. അപ്പോൾ ഏതിലായിരിക്കും സെഡിമെൻറ്റേഷൻ ഈസ് സ്ലോ ഇൻ, ഏതിലായിരിക്കും? നോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിലാണ് സെഡിമെൻറ്റേഷൻ വളരെ പതുക്കെ സെഡിമെൻറ്റേഷൻ നടക്കുന്നത്? നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിലാണ് സെഡിമെൻറ്റേഷൻ വളരെ പതുക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചതാണ് സസ്പെൻഷനിൽ. ഈ കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് പൗഡർ എന്നാണ്, നമ്മൾ എന്തൊക്കെ ചേർന്നാണ് കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് നമ്മൾ പഠിച്ചു. അക്കേഷ്യ, ഡ്രഗ് ഗാന്ത്, സുക്രോസ്, ഇതെല്ലാം ചേർന്നതാണ് ഒരു കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് പൗഡർ എന്ന് പറയുന്നത്. അക്കേഷ്യ, ഡ്രഗ് ഗാന്ത്, സുക്രോസ് ഇതൊക്കെ ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഒരു കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് പൗഡർ വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതെന്താണ് കോമ്പൗണ്ട് ഡ്രഗ് ഗാന്തിൽ വന്നാൽ? അക്കേഷ്യ ചോദിക്കുന്നുണ്ട്. അതെ, ശരിയാണ്. അക്കേഷ്യ നമ്മളെ കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് പൗഡറിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഡ്രഗ് ഗാന്തുമുണ്ട്, അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ സുക്രോസും ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിരുന്ന ആൾ ഓഫ് ദ എബോ, ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ആൾ ഓഫ് ദ എബോ ആണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് പൗഡറിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കോമ്പൗണ്ട് ഡ്രഗ് ഗാന്ത് കണ്ടെയ്ൻസ് അക്കേഷ്യ 20%, ഡ്രഗ് ഗാന്ത് 15%, സ്റ്റാർച്ച് 20% ആൻഡ് സുക്രോസ്. ഇതെല്ലാം കൂടെ ചേർന്നതാണ്
ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ. ഓക്കെ, ഏതാണ് ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ എന്ന് പറയുന്നത്? അക്കേഷ്യ, ട്രഗകാന്ത് ആൻഡ് സ്റ്റാർച്ച് ആൻഡ് സുക്രോസ് ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് ട്രഗകാന്ത് പൗഡർ വരുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് 20, 50 ആൻഡ് 20. സ്റ്റാർച്ച് 20, ട്രഗകാന്ത് 15, അക്കേഷ്യ 20. എക്സാമ്പിൾ ഫോർ എ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ സസ്പെൻഷൻ. ഏതാണ് ഒരു ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഡിയം ലോറൈൽ സൾഫേറ്റ്, സോഡിയം ആൽജിനേറ്റ്, ട്രഗകാന്ത് ആൾ. അപ്പൊ ഇത് ഏതാണ്? സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ് ഒരു ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ് ഒരു ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതർ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. മറ്റുള്ള ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത് ടീൻസ്, സ്പാൻസ് ആൻഡ് കാർബോവാക്സ് ആണ് മറ്റുള്ള ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സുകൾ. അതുപോലെ ട്രഗകാന്ത് എന്താണ്? ഒരു തിക്കനിങ് ഏജന്റ് ആയിട്ടും കൂടെ അത് ആക്ട് ചെയ്യുന്നു. ട്രഗകാന്ത് യൂസ്ഡ് ആസ് ആൻ തിക്കനിങ് ഏജന്റ് ഇൻ സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റുള്ള ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ഏതൊക്കെയാണ്? ടീൻസ്, സ്പാൻസ്, അതുപോലെ പിന്നെ കാർബോവാക്സും ആണ് മറ്റുള്ള ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്സ്. അതുപോലെ തന്നെ ഒരു റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഇൻ സസ്പെൻഷൻ. എന്താണ് ഒരു പാർട്ടിക്കിൾ സൈസ്? എന്താണ് സസ്പെൻഷനിലെ പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒത്തിരി വട്ടം പഠിച്ചതാണ്. ഏതാണ്? 0.5 to 5 മൈക്രോൺ ആണ് പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. സസ്പെൻഷനിലെ പാർട്ടിക്കിൾ സൈസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.5 to 5 മൈക്രോൺ ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു മാസ്ക് ദ ബിറ്റർ ടേസ്റ്റ് ഓഫ് ക്ലോറാഫെനിക്കോൾ ഇറ്റ് ഈസ് മെയ്ഡ് ടു സാൾട്ട് ഓഫ്. എന്താണ് അത്? എന്തുമായിട്ട് എന്താണ് നമ്മുടെ ക്ലോറാഫെനിക്കോളിൻ്റെ ടേസ്റ്റിനെ മാസ്ക് ചെയ്യാൻ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? പാൽമിറ്റേറ്റ് ആണല്ലേ. ക്ലോറാഫെനിക്കോൾ പാൽമിറ്റേറ്റ് എന്നാണ് നമ്മൾ ആ സസ്പെൻഷൻ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് എങ്ങനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത്? ക്ലോറാഫെനിക്കോൾ പാൽമിറ്റേറ്റ് എന്നാണ്. അപ്പോൾ അത് ആ കയ്പ് ടേസ്റ്റ്, ക്ലോറാഫെനിക്കോളിൻ്റെ കയ്പ് ടേസ്റ്റ് മാറാൻ വേണ്ടി അതിനൊപ്പം നമ്മൾ എന്താണ്? പാൽമിറ്റേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഈസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് യൂസ്ഡ് ഇൻ സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റർ ഫ്രം ലിക്വിഡ്സ്. അപ്പോൾ അതെന്താണ്? ട്രഗകാന്ത് മ്യൂസിലേജ്, കോമ്പൗണ്ട് ട്രഗകാന്ത്, ബോത്ത് എ ആൻഡ് ബി, നൺ. അപ്പം നമ്മൾ അതിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ആയിട്ട് ഏതൊക്കെ ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രഗകാന്ത് മ്യൂസിലേജ് ഉപയോഗിക്കുമെന്നും കോമ്പൗണ്ട് ട്രഗകാന്ത് ഉപയോഗിക്കുമെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്സ് ഏതൊക്കെയാണ്? ട്രഗകാന്ത് മ്യൂസിലേജും കോമ്പൗണ്ട് ട്രഗകാന്തും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെഡിമെന്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡിസ്പേഴ്സ് ഇൻ. എന്താണ്? സെഡിമെന്റ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ റീഡിസ്പേഴ്സ് ഇൻ. എന്തിലാണ് ഡിസ്പേഴ്സ് ആവാനായിട്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ഉള്ളത്? ഏതാണ്? സസ്പെൻഷൻ, എമൾഷൻ, ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, അതുപോലെ തന്നെ നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. അപ്പോൾ ഏതിലാണ് റീഡിസ്പേഴ്സ് ആവാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളത്? നമ്മുടെ നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിലാണ് റീഡിസ്പേഴ്സ് ആവാൻ കുറച്ചുകൂടി സമയമെടുക്കുന്നത് അല്ലേ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു ഫ്ലോക്കുലേഷനിൽ റെഡ്ലി നടക്കുമല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിൽ റീഡിസ്പേഷൻ നടക്കും. നോൺ ഫ്ലോക്കുലേറ്റഡിലാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ കുറച്ച് പതുക്കെ നടക്കുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നോൺ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ ക്യാൻ ബി മെയ്ഡ് സ്റ്റേബിൾ ബൈ. അത് സ്റ്റേബിൾ ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോൺ ഫ്ലോക്കുലേറ്റഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ്? ഡിക്രീസിങ് ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് ദ സസ്പെൻഡഡ് മെറ്റീരിയൽസ്. എന്ത് ചെയ്യും? പാർട്ടിക്കിൾ സൈസ് നമ്മൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതുപോലെ ഇൻക്രീസിങ് ദ ഡെൻസിറ്റി ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ വെഹിക്കിൾ. അതാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി ആയിട്ട് വരുന്ന സമയത്ത് സ്റ്റേബിൾ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. എന്താണ്? ഡിക്രീസിങ് ദ പാർട്ടിക്കിൾ സൈസ് നമ്മൾ ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ഇൻക്രീസിങ് ദ ഡെൻസിറ്റി ആൻഡ് വിസ്കോസിറ്റി ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഇത് രണ്ട് കാര്യങ്ങളും നമ്മൾ നോൺ ഫ്ലോക്കുലേറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ബോത്ത് ആണ് കേട്ടോ.
ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് വിൽ എന്താണ്? അല്ല, ആ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ ഒന്ന് അതിൽ ശരിയായിട്ട് വരും, എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് വിൽ മിനിമൈസ് ദ ഫ്ലോക്കുലേഷൻ, മാക്സിമൈസ് ദ ഫ്ലോക്കുലേഷൻ, നോ ആക്ഷൻ ഓൺ ഫ്ലോക്കുലേഷൻ, സംടൈംസ് മിനിമൈസ്, സംടൈം മാക്സിമൈസ്. അപ്പോൾ എന്തായിരിക്കും? ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് മിനിമൈസ് ദ ഫ്ലോക്കുലേഷൻ എന്നാണല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് മിനിമൈസ് ദ ഫ്ലോക്കുലേഷൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, മിനിമൈസ് ദ ഫ്ലോക്കുലേഷൻ ആണ് കേട്ടോ. ഇൻ സസ്പെൻഷൻ തിക്കനിങ് ഏജൻസ് ആർ, അല്ലെ തിക്കനിങ് ഏജൻസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പോയിന്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവയെല്ലാം എങ്ങനെ ആയിരിക്കണം? ഹൈഡ്രോഫിലിക് ആയിരിക്കണം അല്ലേ? തിക്കനിങ് ഏജന്റ് എന്ന് പറയുന്നത് വാട്ടർ ലവബിൾ ആയിരിക്കണം, വാട്ടറിനെ എത്രയും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലേ, ലയിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം സസ്പെൻഷൻ തിക്കനിങ് ഏജൻസ് ആർ ഹൈഡ്രോഫിലിക് നേച്ചർ ഉള്ളതായിരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഹൈഡ്രോഫിലിക് ആണ്. ദ ഫൈൻ പാർട്ടിക്കിൾ സൈസ് ഓഫ് സോളിഡ് ഇൻ സസ്പെൻഷൻ ഗീവ് എ ഡാഷ് റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. അപ്പൊ ഡിസൊല്യൂഷൻ റേറ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? ഫൈൻ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഫാസ്റ്റർ ആക്കുകയാണല്ലേ ചെയ്യുന്നത്, ഫാസ്റ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നടക്കുമല്ലേ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫൈൻ പാർട്ടിക്കിൾ സൈസ് ഓഫ് സോളിഡ് സസ്പെൻഷൻ ഗീവ് എ ഡാഷ് റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ. എന്താണ് ചെയ്യുന്നത്? ഫാസ്റ്റർ ആണല്ലേ, അതിന്റെ റേറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് കൈൻഡ് ഓഫ് സസ്പെൻഷൻ? കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചർ ഏത് ടൈപ്പ് സസ്പെൻഷൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. വേറെയും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടല്ലോ, കോമ്പൗണ്ട് ബെൻസോയിൻ മാത്രമല്ല കുറച്ചും കൂടെ ഉണ്ട്, നമുക്കത് അടുത്ത ഇതിൽ നോക്കാം. സസ്പെൻഷൻ കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്, സസ്പെൻഷൻ കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്, സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റഡ് ഫോമിംഗ് ലിക്വിഡ്സ്, സസ്പെൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻസ്. ഇതെന്ന് പറയുന്നത് സി ആണ്, സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റഡ് ഫോമിംഗ് ലിക്വിഡ്സിന്റെ എക്സാമ്പിൾ ആണ് കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചർ. ഓക്കെ, അപ്പൊ അതിന് വേറെയും കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. ബെൻസോയിൻ ടിഞ്ചർ, മിർ ടിഞ്ചർ, ടൊളു ടിഞ്ചർ, ഇതെല്ലാം എന്താണ്? പ്രസിപ്പിറ്റേറ്റഡ് ഫോമിംഗ് സസ്പെൻഷന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓൺലി സെമി സിന്തറ്റിക് പോളിസാക്രൈഡ് യൂസ് ആസ് എ തിക്കനിങ് ഏജന്റ് ഇൻ സസ്പെൻഷൻ? ഏതാണ് സെമി സിന്തറ്റിക് ആയിട്ടുള്ള പോളിസാക്രൈഡ്സ് ആണ്, അതിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. സെമി സിന്തറ്റിക് പോളിസാക്രൈഡ്സ് യൂസ്ഡ് ആസ് തിക്കനിങ് ഏജന്റ്. തിക്കനിങ് ഏജന്റിലെ സെമി സിന്തറ്റിക് പോളിസാക്രൈഡ്സിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ്? മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, മൈക്രോ ക്രിസ്റ്റലിൻ സെല്ലുലോസ്. നമ്മൾ സെമി സിന്തറ്റിക് പോളിസാക്രൈഡ്സിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് മെയിൻ പോയിന്റ് അതാണ്, അവയെല്ലാം തന്നെ സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം, ഇതിലെല്ലാം സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് ആണല്ലേ. മീഥൈൽ സെല്ലുലോസ് ഉണ്ട്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ഉണ്ട്, മൈക്രോ ക്രിസ്റ്റലിൻ സെല്ലുലോസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? സെമി സിന്തറ്റിക് പോളിസാക്രൈഡ്സ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മുന്നേ ഒക്കെ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങളത് കറക്റ്റ് ഒന്നും കൂടെ നിങ്ങൾ പഠിക്കുക, കുറച്ചുകൂടെ നിങ്ങൾ ടോപ്പിക്ക് വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, ഒരു വട്ടമെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുക, ടോപ്പിക്ക് വായിക്കുക, എന്നിട്ട് ഇതെല്ലാം ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക കേട്ടോ.